ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോംസ് കൊണ്ട് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത്. എല്ലാത്തവർക്കും വേണ്ടി പറയുന്നത് നമ്മൾ ശ്രീ സിദ്ധാരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോകണം. വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ശ്രീ സിദ്ധാരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ സ്റ്റേഷൻ. ഈ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു സിറ്റി ബസ് സ്റ്റാൻഡ് ഉണ്ട്, BRTS ബസ്സുകളുടെ. ഇപ്പുറത്തായിട്ടൊരു ഫുഡ് കോർട്ടുണ്ട്, ഫുഡ് ബാങ്ക് എന്നാണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്റ്റേഷന് ഉള്ളിലേക്ക് പോകാം. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് തന്നെ പുറപ്പെടും എന്നാണ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടത്. 1:35 നമ്മുടെ ട്രെയിനിൻ്റെ സമയം. ഇപ്പോൾ മണി 1 ആവുന്നേ ഉള്ളൂ. ഞാനിവിടുത്തെ ഡോർമിറ്ററിയിലായിരുന്നു, ഡോർമിറ്ററി അല്ല, റിട്ടയറിംഗ് റൂമിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 1 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞാനൊരു 12:50 കഴിഞ്ഞപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് സ്റ്റേഷന് പുറത്ത് വന്നു, ഇൻട്രോ എടുത്തിട്ട് തിരിച്ച് സ്റ്റേഷനകത്തോട്ട് കയറി. അപ്പോൾ ആർക്കിടെക്ചറിൽ ഇതൊന്നുമില്ല, ഒരു ഗ്ലോറിഫൈഡ് ഷെഡ് പോലെയാണ് വരുന്നത് പണിത് വെച്ചത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നമുക്കത് സ്റ്റേഷൻ നല്ല തിരക്കുണ്ട്. കാര്യം ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വന്ദേ ഭാരത് ഉണ്ട്, അത് കഴിഞ്ഞാൽ ജനശതാബ്ദി ഉണ്ട്. പിന്നെ ഇപ്പോൾ ജനശതാബ്ദി ഇപ്പോൾ ജസ്റ്റ് ഇൻകമിങ് വന്നിട്ടേ ഉള്ളൂ, അതിൻ്റെ തിരക്കുണ്ട്. പിന്നെ അത് കൂടാതെ വേറെ ഏതൊക്കെയോ ട്രെയിനുകൾ ഇവിടുന്ന് ഈ സമയത്ത് ഉച്ചയ്ക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്കൊന്ന് പതുക്കെ ഉള്ളിലോട്ട് പോകാം. ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. നല്ല ഭംഗിയുണ്ട് അല്ലേ. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ എൻട്രൻസ്. സമൃദ്ധ് ഭാരത്, സ്വച്ഛ ഭാരത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേഷൻ ഉള്ളിലോട്ടങ്ങ് കയറിയേക്കാം. ഇതിൻ്റെ മുകളിൽ, ഇത് നേരെ മുകളിൽ ആയിരുന്നു ഞാൻ താമസിച്ച റൂം. ഇത് എവിടെയാണ് ടിക്കറ്റ്സൊക്കെ, ടിക്കറ്റിംഗ് കൗണ്ടേഴ്സൊക്കെ എവിടെയാണ്, ഒരു ഹെൽപ്പ് ഡെസ്ക് ടിക്കറ്റിംഗ് കൗണ്ടറൊക്കെ ഉണ്ട്. എൻട്രൻസ് ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. നമുക്കത് പതുക്കെ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി. ഇപ്പോൾ സമയം 1 ആവുന്നു, 12:59. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 678 റൈറ്റ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് താഴെ ദൂരം എഴുതിയിട്ട് 0.9 കിലോമീറ്റർ, 100 കിലോമീറ്റർ നടക്കാൻ റെഡിയാക്കണം. അല്ലെങ്കിൽ മറ്റേ വണ്ടി വിളിച്ച് പൊക്കണം. ഇതൊക്കെയാണ് പ്ലാറ്റ്ഫോംസ്. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ വരും. ഡിസ്പ്ലേ കാണിക്കുന്നത് എൻ്റെ കോച്ച് C2 ആണ്. ഇവിടെ C6 വരുന്നത്. അപ്പോൾ C2 വരുന്ന സ്ഥലത്തോട്ട് നമുക്ക് കയറി നിൽക്കാം. ഇവിടെ ഹുബ്ലി സ്റ്റേഷൻ്റെ ഷോമാരിൽ കാണുന്നതാണ് പ്ലാറ്റ്ഫോം 1ൻ്റെ. പട്ടടക്കൽ ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 3D സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നരസിംഹസ്വാമി സ്റ്റാച്യു, വിട്ടല ടെമ്പിൾ, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇതെല്ലാം. സ്റ്റേഷൻ്റെ ഒരു അറ്റത്തോട്ട് വന്നത് 876 എന്ന് പറഞ്ഞാൽ നേരെ ആരോട്ടുണ്ട്. നേരെ പോകണം കേട്ടോ. ഈ കാണുന്നൊന്നും അല്ല കേട്ടോ. ഇവിടുന്ന് പിന്നെ ഒരു 3/4 കിലോമീറ്റർ മേലെ പോകണം. അപ്പോൾ നമ്മുടെ കോച്ച് ഏകദേശം ഇവിടെ വരും എന്നാണ്, ഈ നന്ദിനി ബൂത്തിൻ്റെ ഓപ്പോസിറ്റ് വരും എന്നാണ് അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്, C2. അപ്പോൾ നമുക്കിവിടെ ഹൂബ്ലി കോച്ചിങ് ഡിപ്പോൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ബോർഡാണിത്. കണ്ട് എന്ത് കോംപ്ലിക്കേറ്റഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പാർട്ടായിട്ട് വായിച്ചെടുക്കാമെങ്കിൽ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷേ അല്ലെങ്കിൽ സംഭവം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോച്ച് വരാമെന്ന് പറയുന്നത്. 20662 ആണ് നമ്മുടെ ട്രെയിൻ നമ്പർ. C2 ആണ് നമ്മുടെ കോച്ച് ഇവിടെ വരുമെന്നാണ് പറയുന്നത്. ഈ കിടക്കുന്നത് ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ബാംഗ്ലൂർക്കുള്ള. ഞാൻ ഈ ട്രെയിൻ ആദ്യം ഒന്ന് കൺസിഡർ ചെയ്തായിരുന്നു. ഈ ട്രെയിൻ അല്ലെങ്കിൽ വന്ദേ ഭാരത് എന്നാണ് വിചാരിച്ചത്. പിന്നെ വെച്ചാൽ വന്ദേ ഭാരത് തന്നെ ആവട്ടെ, നമുക്ക് വന്ദേ ഭാരത്തിൻ്റെ ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമല്ലോ. ഈ ജനശതാബ്ദിയുടെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഇൻഡിവിജ്വൽ സീറ്റ്സ് ആട്ടോ കാര്യം. പക്ഷേ ഇത് 2017 വന്ന കോച്ചുകളാണ്, പഴയ കോച്ചുകളാണ്. അന്ന് ഇൻഡിവിജ്വൽ സീറ്റ്സാണ്, നമ്മുടെ വേണാടിൻ്റെ ഒക്കെ ടൈപ്പ്. വന്ദേ ഭാരത് അല്ല, ഒരു ലൈറ്റ് പീസാണ്. 39397 ഹുബ്ബള്ളി ഷെഡിൻ്റെ ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ കയറി വന്നു. സമയം 1:30 ആയിട്ടേ ഉള്ളൂ. 1:35 ഇവിടുത്തെ ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. നേരത്തെ തന്നെ കയറി വന്നു. നമ്മുടെ വണ്ടി വന്നു. ഇവിടുന്ന് എനിക്കുന്നില്ല. ഇതാണ് നമ്മുടെ കോച്ച്. C2 ആണ് നമ്മുടെ കോച്ച്, മോട്ടോർ കോച്ചാണ്. മറ്റേ ഉണ്ട് സീറ്റ്. അവിടെ 78-1. നമുക്ക് ഇതുവഴി കയറാം. 78-1 ഈ ഡോർ വഴിയാണ്. ഇവിടെ നിന്നാണ് തിരക്ക് മൊത്തം കയറുന്നത്. ഇൻറ്റീരിയേഴ്സ് ഒന്നും കാണിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല, വണ്ടി ഫുള്ളാണ്. എന്നാലും നമുക്കൊന്ന് കയറിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. കാണുന്നതാണ് നമ്മുടെ കോച്ച്. ഈ ആദ്യത്തെ ഈ അയലാണ് എൻ്റെ സീറ്റ്. ഫോർവേഡ് ഫേസിംഗ് ആണ് എന്തായാലും. അപ്പോൾ നമ്മുടെ സീറ്റിലൊക്കെ കയറിയിരുന്നു. അയൽ സീറ്റാണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് അയൽ സീറ്റിൽ യാത്ര ചെയ്യുന്നത്.
സീറ്റിലൊക്കെ വന്നിരുന്നു. എൻ്റെ കോ പാസഞ്ചേഴ്സ് ദാവൺകരയിൽ നിന്ന് കയറുന്ന ചാർട്ട് പ്രകാരം നമ്മുടെ സീറ്റ് ടൂർ നിർത്തിയാലോ. അപ്പോൾ സീറ്റൊക്കെ സ്റ്റാൻഡേർഡ് സീറ്റാണ്, നല്ല ലെഗ് റൂമൊക്കെ ഉള്ള സീറ്റാണ്, അഡ്ജസ്റ്റബിൾ ലെഗ് റൂമാണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, വർക്ക് ചെയ്യാൻ നല്ല ടൈറ്റാണ്, പക്ഷേ അഡ്ജസ്റ്റബിൾ ലെഗ് റൂമാണ്. സീറ്റ് ബാക്ക് ട്രേ ടേബിളുണ്ട്, ട്രേ ടേബിളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ്. ട്രേ ടേബിൾ ഇവിടെ ഓരോ ഇവിടത്തേക്ക് പെയിൻറ്റ് പോയി. മാഗസീൻ പൗച്ചുണ്ട്, പിന്നെ ലോക്കൊന്നും ആവുന്നില്ലത്. മാഗസീൻ പൗച്ചുണ്ട്, പിന്നെ ബോട്ടിൽ ഹോൾഡർ പതിവ് സ്ഥലത്തുണ്ട്. മൊത്തത്തിൽ സംഭവങ്ങളല്ല, ലെഗ് റൂമൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു യാത്രയിലെ മോട്ടോർ കോച്ചിൽ C2 തന്നെയായിരുന്നു തോന്നുന്നു. നമ്മൾ മോട്ടോർ കോച്ചിലെ യാത്ര തീരെ ലെഗ് സ്പേസ് ഉണ്ടായിരുന്നില്ല. ഈ സീറ്റിന് എന്തെല്ലാം പ്രശ്നമില്ല. ഇതിൻ്റെ പുറകിലെ സീറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവിടെ ഓൾറെഡി പാസഞ്ചർ വന്നുകൊണ്ട് നോക്കാൻ വഴിയില്ല. നമ്മളിവിടുന്ന് 4 മിനിറ്റിൽ പുറപ്പെടും. 1:40 നമ്മുടെ ഡിപ്പാർച്ചർ ടൈം. അപ്പം ഇനിയിപ്പോൾ നമുക്കിനി പുറപ്പെടാൻ ഒരുപാട് സമയമൊന്നുമില്ല. ദർവാസ ബന്ദ് ഹോ രഹേ എന്ന അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു, മിന്നി തുടങ്ങിയിട്ടില്ല. ഇവിടുന്ന് വേറെ ക്രൂ കയറിയെന്ന് തോന്നുന്നു, ഒരു ക്രൂ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു തോന്നുന്നു. ഡോർ അടയാവുന്നുണ്ട്. സമയം 38ആയി, 2 മിനിറ്റും കൂടി ഉള്ളൂ. കറക്റ്റാണ് അപ്പോൾ കാണാം. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഡീറ്റെയിൽസ്. 235381 മെയ് 2023 പണിതാണ്. എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് POH കഴിഞ്ഞതിന് ലക്ഷം കാണുന്നുണ്ട്, പെയിൻ്റ് അടിച്ചതിനൊക്കെ ലക്ഷം കാണാനുണ്ട്. പിന്നെ ഫസ്റ്റ് IOH കഴിഞ്ഞു. അപ്പോൾ ഡോർസ് ആർ ക്ലോസിങ് കുറച്ച് നേരമേ പറയുന്നത്, ഇതുവരെ അടഞ്ഞിട്ടില്ല. ഫൈനലി ഡോർ അടഞ്ഞു. സമയം 1:40. 1:40 ഡോർ അടഞ്ഞു തന്നെ. പുറപ്പെടുകയും തോന്നുന്നു. കൃത്യം 1:40 പുറപ്പെട്ടു. വണ്ടി വിട്ടിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ കൊണ്ട് തന്നിട്ട് 14 ലിറ്ററിൻ്റെ വിട്ട് കഴിഞ്ഞിട്ട് സീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരുമായിരുന്നു. മെയിൻവൈൽ ഇപ്പോഴത്തെ ജനശതാബ്ദി എക്സ്പ്രസ്സിന് ഒരു ആപ്സാണ് 39397. കുറച്ച് നമ്മൾ ഷണ്ടിന്നുണ്ട് അതേ ലോപ്പം. ഹുബ്ബള്ളി ഷെഡിൻ്റെ 39397 ആണ് ലോപ്പം. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രീ സിദ്ധാരൂഢ സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പുറപ്പെട്ട പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ അറ്റം എത്താറായി. ഇവിടെ വെച്ച് പ്ലാറ്റ്ഫോം നമ്പർ 1 തീർന്നു. വെച്ച് പ്ലാറ്റ്ഫോം നമ്പർ 1 തീരും. നമ്മളിപ്പോൾ ഇവിടുന്ന് പതുക്കെ പോയിൻറ്റ്സ് കടന്ന് മെയിൻ ലൈനിലോട്ട് കയറും. പക്ഷേ ഈ ഫിസിക്കൽ സ്ട്രക്ചർ, പ്ലാറ്റ്ഫോമിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ പിന്നെ മുന്നോട്ട് നീണ്ടു നിന്നാണ് ഇത് പ്ലാറ്റ്ഫോം നമ്പർ 8 ആവുന്നത്. ನಾವೊಂದು ಟ್ಯಾಬ್ಲೆಟ್ ನಮಗೆ ನನಗೆ ಹೇಳ್ಬಿಟ್ರೆ ಹಾಕಿಸ್ತೀನಿ. അങ്ങ് ദൂരെ മാറി ഒരു ടെർമിനൽ ബിൽഡിംഗ് കൂടെ കാണാം. അതാണ് 3rd എൻട്രൻസ് ഹുബ്ബള്ളി സ്റ്റേഷനിലേക്കുള്ള. ത്രീ 7729 ഹുബ്ബള്ളി. ഇത് SS ഹുബ്ബള്ളി ദാദർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതുപോലെ ടോയ്ലറ്റും ചെക്ക് ചെയ്തേക്കാം. കുറച്ചൊരു ഓടി വന്ന വണ്ടിയാണിത്. ധാരവാടം തുടങ്ങി വന്ന വണ്ടിയാണ്. അപ്പോൾ ഫ്രഷ് ഔട്ട് ഓഫ് ക്ലീനിങ് അല്ല, ഇതൊക്കെയാണ് കണ്ടീഷൻ. എന്നാലും വൃത്തിയുണ്ട്, നന്ന് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. പതിവ് സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ ഹാൻഡ് ഡ്രയർ, സോപ്പ് ഡിസ്പെൻസർ, ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ, ഉണ്ട് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഓൺ ദ ഹോൾ കൊള്ളാം. 2 വർഷത്തോളം പ്രായ വണ്ടിയാണ്, നന്നായിട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറുന്നു.
പ്ലാറ്റ്ഫോം നമ്പർ 1 ഡിപ്പാർച്ചറായതുകൊണ്ട് ജസ്റ്റ് മെയിനോട്ട് കയറുന്നതാണ്. ഞാൻ സീറ്റിലില്ലാണ്ടിരുന്നതുകൊണ്ട് എനിക്ക് പേപ്പർ വെച്ചില്ല. ഞാനൊരു പേപ്പർ മേടിച്ചിട്ട് വരാം. ഇപ്പോഴത്തേട്ട് തന്നെ പിറ്റ് ലൈനുകൾ, അവിടെ കുറേ സ്ക്രാപ്പ് കോച്ചുകളൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന കാണാം. ഇതൊക്കെയാണ് ഈ സൈഡിലുള്ളത്. നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. ഏതോ ഒരു ട്രെയിൻ നമ്മുടെ ഗാദക് ലൈനിലോട്ട് കയറി പോകുന്നുണ്ട്. ദാവൺഗര ഒരു ഈ സീറ്റ് എനിക്ക് സ്വന്തമാണ്, വിൻഡോ സീറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഒരു ട്രെയിൻ, ആ പോകുന്നതാണ് ഗാദക് ലൈന്. അങ്ങനെ ഒരു ട്രെയിൻ കയറി നിൽക്കുന്നുണ്ട്. ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓടുന്ന പോലെയില്ല, കണ്ട് ഷണ്ടിന്ന് പോലെ ഉണ്ട്. ഇതിലോട്ട് ഷണ്ടി എന്നായിരിക്കും ചിലപ്പോൾ കോച്ചിങ് ഡിപ്പോയിലോട്ട്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഈ കാണുന്ന ലൈന് ഗദക് ലൈനിൽ നിന്ന് ദാവൺഗര ലൈനിലോട്ടുള്ള ഒരു ബൈപ്പാസ് ലൈനാണ്. ഇതിൻ്റെ മറ്റേ എൻ്റെ ഇന്ന് രാവിലത്തെ ഹംപി എക്സ്പ്രസ് വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഇവിടുന്ന് പുറപ്പെട്ടു. ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറച്ച് നേരം ഞാനിരുന്ന് പത്രം വായിക്കട്ടെ. ഡോറിൽ നിന്ന് പിടിക്കുന്നതിനെക്കാട്ടും എന്തെങ്കിലും നല്ല വിഷ്വൽസ് ഇവിടെ ഇരുന്നാൽ കിട്ടും. शौचालय अवरुद्ध हो जाएगा और यह अनुपयोगी हो जाएगा। पुदुचेरी दादर चालुक्य एक्सप्रेस ആണ്. पॉलीथीन बैग आदि जैसे कचरे को फेंकने के लिए कूड़ेदान का उपयोग करें। कृपया किसी भी ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. അതുകൊണ്ട് സമാധാനം ഞാൻ എൻ്റെ സീറ്റിൽ തന്നെ പോയിരിക്കാൻ പോകും. ഇവിടെ നല്ല വെയിൽ. അയൽ സീറ്റിൽ അത്ര നല്ല രസമുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടൊക്കെ കാലം ഇട്ടിറങ്ങിയ സ്ഥലമുണ്ട്. പിന്നെ എ സിയുടെ നല്ലോണം തണുപ്പുണ്ട്. കാര്യം എ സിയുടെ വെൻസ് ഉള്ളിലോട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടുക്കലത്തെ ഗാങ്വേയിലോട്ടൊക്കെ നല്ലോണം തണുപ്പ് വരുന്ന ഡിസൈൻ ചെയ്യുന്നത്. നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. നമ്മുടെ ഫുഡ് പോരുന്നത് ഒരു ഫ്രൈറ്ററിനെ ക്രോസ് ചെയ്യണം. ഏതോ ഒരു സ്റ്റേഷനിൽ പോവാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. ലഞ്ച് ഒരു കോംബോ ബോക്സാണ്. പിന്നെ റൊട്ടി, തൈര്. ഇത് ബേസ് കിച്ചൺ ഹുബ്ബള്ളി എന്നാണ് കയറ്റിയിരിക്കുന്നത്. എനിക്കൊന്ന് ടുവേർഡ്സ് ധാർവാഡ് പോയപ്പോൾ തന്നെ ഒരു കയറ്റിയെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒന്നും കയറ്റുന്ന കണ്ടില്ല ഞാൻ. അപ്പോൾ ലഞ്ച് തുറന്നപ്പോൾ ഇതൊക്കെയാണുള്ളത്. ഇതിനകത്ത് 2 ചപ്പാത്തി ഉണ്ട്. സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തിയാണ്. കുറച്ച് ജീര റൈസ് ഉണ്ട്. ഒരു പനീറിൻ്റെ കറിയുണ്ട്. ഒരു ദാലുണ്ട്. പിന്നെ ആലു, ഉരുളക്കിഴങ്ങ്, ബീൻസ്, പിന്നെ അതുപോലെ ക്യാരറ്റൊക്കെ ഇട്ടൊരു ഡ്രൈ ഫ്രൈ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഫുഡ് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫുഡ് ടേസ്റ്റിംഗ് ആണ്. പനീറിന് കറി നല്ല എരിവുണ്ട്. തക്കാളിയുടെ ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. ദാള് പ്ലെയിൻ ദാള്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല, പ്ലെയിൻ ദാളാണ്. നല്ല സ്പൈസിയാണ് രണ്ടും. കണ്ട് ഫുഡ് ആവുന്ന കൊടുക്കണം. കഴിച്ചു നോക്കിയിട്ടും ഇതിന് നല്ല ക്യാപ്ഷനിടണം. ഐസ്ക്രീം വന്നു. പതിവ് പോലെ വാനില തന്നെ, അമൂലിൻ്റെ വാനില ഐസ്ക്രീമാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തണം. ഹാവേരി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 5-ാം ദിവസമായിട്ടുള്ളൂ. ശ്രീ മഹാദേവപ്പ മൈലാര റെയിൽവേ സ്റ്റേഷൻ, ഹാവേരി. ആരെങ്കിലും കയറുമെന്നൊന്നും അറിയില്ല. ഈ ട്രെയിൻ വന്ന് നിൽക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലാണ്ട് കയറാൻ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടുന്ന്. 2-3 പേരുണ്ട് കയറാൻ. വണ്ടി ജസ്റ്റ് നിർത്തി, ഇത്രയായിട്ടുള്ളൂ. കാണുന്നതാണ് സ്റ്റാർട്ടർ. എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ റെഡാണ്. നേരത്തെ എത്തിയോന്ന് അറിയില്ല കേട്ടോ. ഡിസ്പ്ലേയിൽ കാണിച്ചിരുന്ന സ്ഥലത്തൊന്നും അല്ല ട്രെയിൻ നിന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും കയറാനില്ല ഇവിടെ. സമയം ഇപ്പോൾ 2:42. ഡോസ് ക്ലോസിങ് അനൗൺസ്മെൻറ്റും വന്നു. സമയം 2:44. അപ്പോൾ വണ്ടി 2 മിനിറ്റ് ലേറ്റാണിപ്പോൾ.
അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. 2:44, 2 മിനിറ്റ് ലേറ്റാണ്. ജസ്റ്റ് ഹാവേരിയിൽ വിട്ടു. അപ്പോൾ ഈ റൂട്ടിലെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 110 107, 108, 109 എന്ന് പോകുന്നുണ്ട്. റാണിബന്നൂർ സ്റ്റേഷനാണ്. മൈസൂർ ബെളഗാവി വിശ്വമാനവ എക്സ്പ്രസ് ആണ്. ഈ റൂട്ടിലെ ലാൻഡ്സ്കേപ്പ് ഏറെക്കുറെ ഇങ്ങനെയാണ്. മണ്ണിൻ്റെ കളറിന് വ്യത്യാസമുണ്ട്. നമ്മൾ രാവിലെ എത്ര ഹംപി റൂട്ടും ഇത് വെച്ച് നോക്കിയിട്ട് ഹംപി റൂട്ടിൽ നല്ല കറുത്ത മണ്ണായിരുന്നു. ഇവിടെ ചുവന്ന മണ്ണാണ്. പിന്നെ അതുപോലെ ഇവിടെ കൃഷി കുറച്ചും കൂടി ഹംപി റൂട്ടിനെക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഹരിഹർ എന്ന ടൗണിലൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹരിഹർ നമുക്ക് സ്റ്റോപ്പില്ല. പക്ഷേ അതിന് മുമ്പായിട്ടൊരു സൈഡിങ് ഉണ്ട്. അവിടെ ഒരു ഫാക്ടറി കാണുന്നത് ഹരിഹർ പോളിമേഴ്സ് ലിമിറ്റഡിൻ്റെ ഫാക്ടറിയാണത്. അതിനൊരു സൈഡിങ് ഉണ്ട്. അപ്പോൾ സൈഡിങ് അങ്ങോട്ട് പോകുന്നപ്പോൾ കാണാം നമുക്ക്. ഇവിടെയൊക്കെ മെയിനായിട്ട് കവുങ്ങാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫാക്ടറി. അതിനകത്തോട്ട് റെയിൽവേ ലൈൻ പോകുന്നുണ്ടോ. ഇതാണ് ഫാക്ടറി. ഗ്രാസിംസിൻ്റെ കാണാണ് ഹരിഹർ പോളിമേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞത്. അങ്ങോട്ടുള്ള സ്പെസിഫിക് സൈഡിങ് ലൈനാണിത്. ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഇവിടെ ഒരു ക്യാബിനുണ്ട്. കൃഷ്ണപട്ടണം സൈഡിങ് എന്ന് പറഞ്ഞൊരു ക്യാബിനുണ്ട്. അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്തൊരു വലിയൊരു വാട്ടർ ബോഡി ഉണ്ട്. ആർട്ടിഫിഷ്യൽ കുളമാണ് തോന്നുന്നു, ക്രിയേറ്റ് ചെയ്ത കുളമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടുകൂടാ ട്രെയിനിൽ നിന്ന്. ഡോറിലെ ട്രെയിനാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ പറ്റുമായിരുന്നു നമുക്ക്. കാരണം അതിപ്പോൾ നിൽക്കാമല്ലോ. ഇത് തുംഗഭദ്ര നദിയാണ്. തുംഗഭദ്ര നദി നമ്മളിന്ന് രാവിലെ പാസ് ചെയ്തായിരുന്നു മറ്റേ ലൈനിൽ. അവിടെ പക്ഷെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇവിടെ നല്ല വെള്ളമുണ്ട് കണ്ടോ. ഹരിഹർ സ്റ്റേഷൻ എടുത്തതാണ്. ഹരിഹറിലൊരു വലിയ യാർഡുണ്ട്, സൈഡിൽ കാണാം. സ്റ്റേഷനൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. ഇപ്പോഴത്തെ ഒരു വലിയ കുടിച്ച യാർഡാണത്. ഹ്യൂജ് യാർഡാണത്. അവിടെ ഒരു റെയിൽവേ ലൈൻ കാണുന്നുണ്ടോ? അതൊരു നോൺ ഇലക്ട്രിഫൈഡ് റെയിൽവേ ലൈനാണ്. അതാണ് നമ്മളിന്ന് രാവിലെ കണ്ട വ്യാസ കോളനി ലൈന്. നമ്മളിന്ന് വ്യാസ കോളനിയോട് പോകുന്നു പറഞ്ഞാൽ ലൈൻ കാണിച്ചില്ലായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിയപ്പോൾ ആ ലൈനാണ്. അത് അവിടെ നിന്ന് ഇലക്ട്രിഫൈഡ് ആയിരുന്നു, ഇവിടെ ഇലക്ട്രിഫൈഡ് അല്ല. പക്ഷേ ഇതാണ് ആ ലൈൻ.
അമരാവതി കോളനി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ആ ലൈൻ ഇവിടെയാണ് ഒന്ന് കയറുന്നത്. ഇവിടെ നമ്മൾ ചാലുക്യ എക്സ്പ്രസ്, തിരുനെൽവേലിയോട്ടുള്ള ചാലുക്യ എക്സ്പ്രസ് നമ്മൾ ഓവർടേക്കാണ് ഇവിടെ ഇട്ട്. ट्रिपल 212 आपको रन लोको നമുക്ക് ഈ റണ്ണിൽ ഒറ്റ ഓവർടേക്ക് ഉണ്ടെന്നുള്ളത് കഴിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തുന്നു. ഈ ട്രെയിൻ തുടങ്ങിയ കാലത്തിനാകെ 2 സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ധാർവാഡ് വിട്ടാൽ പിന്നെ ഹുബ്ബള്ളിയും അതുപോലെ ദാവണഗരയും. ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ആഡ് ചെയ്ത സ്റ്റോപ്പുകളാണ് ഹാവേരിയും അതുപോലെ തുംകൂറും. നമ്മളിങ്ങനെ ദാവണഗര സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കോച്ചിലത്തെ ഒരു നല്ലൊരു ശതമാനം യാത്രക്കാരൻ കയറാൻ പോകുന്നത്. ഹുബ്ബള്ളിയിൽ നിന്നൊരു 75% കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇവിടെ നിന്നാണ് കയറാൻ പോകുന്നത്. ഈ കാണുന്ന തിരക്കും നമ്മുടെ വണ്ടികളല്ല കേട്ടോ. ഇതൊക്കെ പുറകെ നിന്ന് ചാലുക്യക്കുള്ളതാണ്. ചാലുക്യക്കും അതുപോലെ ജനശതാബ്ദിക്കുള്ളതാണ്. അപ്പോൾ നമ്മളെത്തി. ഇതാണ് ദാവൺഗര സ്റ്റേഷൻ. ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണിച്ചിട്ട് കയറാമെന്ന് വെച്ചു. സമയം അപ്പോൾ 3:26. ഓൺ ടൈമാണോ എനിക്കറിയില്ല. എന്തായാലും സിഗ്നൽ റെഡാണ്. യാത്രക്കാർ കയറുന്നേ ഉള്ളൂ. നല്ല തിരക്ക് കയറാണ്ട് ഇവിടുന്ന്. ഒരുപാട് പേര് കയറാറുണ്ട് എല്ലാ കോച്ചിലോട്ടും. ഉണ്ട് കുറച്ച് നേരം നിൽക്കുമായിരിക്കും ഇവിടെ. ഞാൻ ട്രെയിനിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി. കാര്യം നമ്മൾ ഇവിടുന്ന് ഡിപ്പാർച്ചർ ടൈം 3:40 നമ്മൾ നേരത്തെ എത്തി. നമുക്കിനി ഒരു 12 മിനിറ്റ് കൂടി ഹോൾട്ട് ഉണ്ട്. ഒരു ഡെമോ കയറി വരുന്നുണ്ട്. ഇത് ചിത്രദുർഗ ഹുബ്ബള്ളി ഡെമോ ആണ്. ഇപ്പോൾ ചിത്രദുർഗ പോകുന്നില്ല. തൽക്കാലം ചിക്ജാജൂർ ഹുബ്ബള്ളി ആയിട്ടാണ് ഓടുന്നത്. പ്രത്യേകിച്ച് ഈ ഡെമോകൾക്ക് വേറെ റൂട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതിലൊക്കെ ഇട്ട് ഓടിക്കൊണ്ടിരിക്കാറ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അവിടെ ഇവർക്ക് എന്താ ആവശ്യം? എന്തായാലും ഡെമോ എത്തി. ഡോർസ് ക്ലോസിങ് അനൗൺസ്മെൻറ്റ് വന്നു. സ്റ്റാർട്ടർ പക്ഷേ ഇപ്പം റെഡാണ്. ഇപ്പോൾ എടുക്കുമെന്ന് തോന്നുന്നില്ല. സ്റ്റാർട്ടർ കാണാൻ റെഡാണ്. നമ്മുടെ പുറകെ വരുന്ന ചാലുക്യക്കുള്ള തിരക്കാന്ന് തോന്നി കാണുന്നത്. ചാലുക്യുണ്ട്, ജനശതാബ്ദി ഉണ്ട്, കുറേ വണ്ടികളുണ്ട്. നമ്മുടെ കോച്ച് ഫുള്ളായിട്ടോ. നമ്മുടെ കോച്ച് ഇനി സ്ഥലമില്ല. പാക്കായി കഴിഞ്ഞു. എല്ലാ സീറ്റിലും ആളായി. വണ്ടി ഇന്ന് സോൾഡ് ഔട്ടാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ ടിക്കറ്റ് നോക്കുമ്പോൾ 100 മേലെ സീറ്റ് ബാക്കിയുണ്ടായിരുന്നു. എനിക്ക് പതുക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ബുക്ക് ചെയ്തു. ഇന്ന് രാവിലെ ബുക്ക് ചെയ്യുമ്പോൾ 4 സീറ്റായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ആ 4-1 ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് വണ്ടി ചാർട്ടായപ്പോൾ വണ്ടിക്കകത്തൊരു 11 സീറ്റ് ഉണ്ടായിരുന്നു. അതും എനിക്കൊന്ന് അതിന് കറണ്ട് റിസർവേഷനിൽ വിറ്റ് പോയി തോന്നുന്നു. അപ്പോൾ ഡോർ അടയുന്നു. ഇതിൻ്റെ ഡോർസ് ക്ലോസിങ് വാർണിംഗ് ആദ്യം വരും. കുറച്ച് നേരം ബീപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡോർ അടയുന്നുള്ളൂ. നല്ല സിസ്റ്റമാണിത്. യാത്രക്കാർക്കൊരു അഡ്വാൻസ് നോട്ടീസ് വാർണിംഗ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ബീബിക്കൊക്കെ കേരളത്തിലെ ബീബിക്കൊക്കെ ഇത് സൈറൻ വരുന്ന ഡോർ അടയുന്നതെല്ലാം ഒരുമിച്ചാണ്. മാംഗ്ലൂരിൻ്റെ അടുത്തുള്ള ഒരു ബീബിക്ക് ഇതേപോലെ തന്നെയാണ്. ആദ്യം കുറച്ച് നേരം ബീപ്പ് വരും, അത് കഴിഞ്ഞിട്ട് ഡോർ അടയുള്ളൂ. അങ്ങനെ വേണം സത്യം പറഞ്ഞാൽ. അതാണ് കറക്റ്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ദാവൺഗരയിൽ നിന്ന് പുറപ്പെട്ടു. സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ അമൃത് ഭാരത് വർക്ക് ഉണ്ട് തോന്നുന്നു. എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ദാവൺഗര കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തുംകൂറാണ്. തുംകൂർ വരെ ലോങ് നോൺ സ്റ്റോപ്പ് റണ്ണാണ്.
എനിക്ക് അരസിക്കര മേജർ സ്റ്റേഷൻ ഉണ്ട്. അരസിക്കരയിലൊന്നും സ്റ്റോപ്പില്ല. വണ്ടി നേരെ ഇനി പോയിട്ട് തുംകൂറേ നിർത്തുള്ളൂ. നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് നോക്കിയില്ലായിരുന്നു. ഇന്ത്യൻ ടോയ്ലറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ കഴിയണം. ഇന്ത്യൻ ടോയ്ലറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇന്ത്യൻ ടോയ്ലറ്റ് നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഹാൻഡ് ഡ്രയറും അതുപോലെ ഇതുമൊക്കെ ഉണ്ട്. പ്രായം കാണിക്കുന്നുണ്ട്. പ്രായത്തിൻ്റെതായ പ്രശ്നമുണ്ട്. ബട്ട് അതർവൈസ് സെറ്റപ്പാണ്. സിദ്ധഗംഗ എക്സ്പ്രസ് ഞാനത് പിടിക്കാൻ വേണ്ടി ഡോറിലോട്ട് വന്നതാണ്. പക്ഷേ ക്യാമറ ഓൺ ആകുമ്പോഴേക്കും കറക്റ്റായി ട്രെയിൻ പോയി. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാവൺഗരയിൽ നിന്ന് തുംകൂറിലേക്ക്, അതായത് ദാവൺഗരയിൽ നിന്ന് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ തുംകൂറിലേക്ക് 250 ചില്ലറ കിലോമീറ്ററാണ്. അത്രയും ദൂരമാണ് നോൺ സ്റ്റോപ്പ് വണ്ടി ഓടുന്നത്. ഇനി ഏകദേശം 120 കിലോമീറ്റർ കൊണ്ട് പോകാണ്ട് നോക്കുക. അത്രയും ദൂരം നമ്മൾ ഓടിയിട്ടുള്ളൂ ദാവൺഗരയിൽ നിന്ന്. അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരുന്ന് മയങ്ങിപ്പോയി. സമയം ഏകദേശം 4:45 അവറായിട്ടുണ്ട്. ഇതുവരെ ചായ സെർവ് ചെയ്തിട്ടില്ല. അവർ ചായയുടെ സ്നാക്ക് പാക്കറ്റൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ 300 കിലോമീറ്ററൊക്കെ നോൺ സ്റ്റോപ്പ്, 250 കിലോമീറ്ററൊക്കെ നോൺ സ്റ്റോപ്പ് റൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട ബോറിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ വന്ദേ ഭാരതിനകത്ത് കൂടെ അപ്പോൾ കാര്യം നമുക്കൊന്ന് ഡോറിൽ പോയി കാറ്റ് കൊള്ളാനോ ഒന്നും പറ്റില്ലല്ലോ. ഇരുന്നിരിപ്പല്ലേ. അതാണെങ്കിൽ അവിടെ ഇരുന്നിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് നേരമൊക്കെ യൂട്യൂബിലൊരു വീഡിയോ കാണാനൊക്കെ ശ്രമിച്ചു. പക്ഷേ നെറ്റ്വർക്ക് കിട്ടുന്നില്ല ശരിക്കും. അതിങ്ങനെ എന്താ പറയുക 2G 4G 5G എന്നിങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്പീഡൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒന്നും കാണാനൊന്നും വയ്യ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ വീഴുന്ന കറുത്ത മണ്ണായി. നമ്മൾ നേരത്തെ ഇന്ന് രാവിലെ ബല്ലാരി ഗാദക റൂട്ടിൽ കണ്ട പോലത്തെ മണ്ണായി ഇവിടെ വീണ്ടും. പക്ഷെ ഇങ്ങോട്ടൊക്കെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ ആന്ധ്രാപ്രദേശ് സൈഡിൽ പോയി കാണുന്നത് തെങ്ങൊന്നും കാണാൻ പറ്റില്ല. നമ്മളോട് പിന്നെ കാണുന്ന ഫുള്ള് പനയാണ്. അപ്പോൾ നാളെ നമ്മൾ ആന്ധ്രയിലേക്ക് പോകും. നാളെ നമ്മൾ ഉച്ചയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെടും ആന്ധ്രയിലേക്ക്. അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ തെങ്ങൊന്നും കാണില്ല. ആ സൈഡിൽ നമ്മൾ ചെല്ലുന്ന ഭാഗത്ത് തെങ്ങൊന്നും കാണില്ല. അവിടെ പിന്നെ പനയാണ് മൊത്തം കാണുന്നത്. വൈകുന്നേരത്തെ ചായ വന്നു തുടങ്ങി. അതായത് സ്നാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇന്നത്തെ സ്നാക്സ് ബോക്സ് ആയിട്ടാണ് വരുന്നത്. ട്രേക്ക് പകരം എന്താ വരിക നമുക്ക് നോക്കാം. ഇതാണ് സ്നാക്ക് ബോക്സ്. അവർ ഇതിനകത്ത് സ്നാക്ക് ബോക്സ് ആണ് തരുന്നത്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ഈവനിങ് ചായ ഒരു ബോക്സ് ആയിട്ടാണ്, സ്നാക്സ് ബോക്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ ഇതിനകത്തുള്ള മറ്റേ ട്രെയിൽ വരുന്നതിന് പകരം സ്നാക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ നോക്കാം നമുക്ക്. ഇതാണ് സ്നാക്ക് ബോക്സ്. അത് ട്രെയിൽ വെച്ച് തരുന്നതിന് പകരം ബോക്സിനകത്ത് വെക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതിനകത്തുള്ളത് സ്നാക്സിൽ സമോസ എന്നാണ് അയാൾ പറഞ്ഞത്. ഇൻസ്റ്റൻറ്റ് ടീ പ്രീമിക്സ് ഡിം ടീയുടെ. പിന്നെ ഇതിനകത്തൊരു കാരമൽ പോപ്കോൺ, ഹിമാലയൻ സോൾട്ട് കാരമൽ പോപ്കോൺ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. അടിപൊളി ഐറ്റമാണത്. നമ്മുടെ സ്ഥിരം സാധനം, പതിവ് സാധനം ലൈറ്റ് ചൂട, പിന്നെ മാംഗോ ജ്യൂസ്, ഹാനിയ ഗോൾഡ്. ബിയർഡ് ഈ ബ്രാൻഡാണ് കാണുന്നത് പൊതുവെ. ഹൈജൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇതാണ് സ്ഥിരമായിട്ട് കാണുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ചായകളൊക്കെയുള്ള വഴിയും പിന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പും ടിഷ്യൂ പേപ്പറുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അയാൾ പറഞ്ഞ പോലെ തന്നെ സമോസയാണ്. അത് പാക്കിംഗ് സ്റ്റിക്കറുണ്ട്. വേസ് കിച്ചൻ ഹുബ്ബള്ളിയിൽ നിന്ന് ഉണ്ടാക്കിയതാണത്. ചൂടുണ്ട് സാധനം. അപ്പോൾ ഹോട്ട് കേസിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ ഇറ്റ്സ് ടീ ടൈം. ഇതിനകത്ത് നമ്മുടെ പ്രീമിക്സ് മസാല ചായ കുടിച്ച് നോക്കാൻ കണ്ടിട്ടുണ്ട്. ഡിം ടീ നമുക്ക് കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് മസാല ടീയാണ്, ഏലക്കല്ല മസാല ടീയാണ്. എന്തായാലും ഇത് എങ്ങനെയുണ്ട് നോക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് അരസിക്കര ജംഗ്ഷനിലോട്ട് എത്താൻ പോകുന്നു. അരസിക്കര ജംഗ്ഷൻ എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു എക്സ്ട്രാ ലൈനാണ് കാണുന്നത്. യശ്വന്ത്പൂർ വാസ്കോ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്.
അരസിക്കര ജംഗ്ഷൻ കഴിഞ്ഞ് ഫുൾ സ്പീഡ് തന്നെ സ്കിപ്പ് ചെയ്തു, ഒട്ടും സ്പീഡ് കുറച്ചില്ല. ഡിപ്പൻ സ്റ്റേഷൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഫുൾ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് സാധനം. ആ പോകുന്ന ലൈൻ മൈസൂർക്കുള്ള ലൈനാണ്. അതിലുള്ള നമ്മുടെ എക്സ്പ്ലോറേഷൻ ഇപ്പോഴും പെൻഡിങ് ആണ്. കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ പോകുമെന്ന് പറയുന്നതിന് അങ്ങോട്ട് നടക്കുന്നില്ല. അടുത്ത വണ്ടി ഇത് KSR ബാംഗ്ലൂർ താൾകുപ്പ ഇൻ്റർസിറ്റി. നമുക്ക് ഇനി ഒരു 90 കിലോമീറ്ററിന് മേലെ പോകാനുണ്ട്. ഭയങ്കര ബോറടി കേട്ടോ ഈ വണ്ടി. ഭയങ്കര ബോറടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടി. നോൺ സ്റ്റോപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഇങ്ങനെ 100 km വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാം. ഇത്ര നേരം ഇടയ്ക്കിടയ്ക്ക് ലൂപ്പിൽ കയറി ഓരോ ഫ്രൈറ്റേഴ്സിനൊക്കെ ഓവർടേക്ക് ഉണ്ട്. ഞാൻ പിടിക്കാൻ പോയില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ലൂപ്പിൽ കയറി ഫ്രൈറ്റേഴ്സിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അതർവൈസ് സ്റ്റേബിളായിട്ട് ഈ ഒരു സ്പീഡിൽ 100 km അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, വേറെ അനക്കമൊന്നുമില്ല. നല്ല റണ്ണാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. സൂപ്പർ റണ്ണാണ്. അതുപോലെ ഒരുപാട് ടൈം സേവ് ചെയ്യുന്നുണ്ട് ഈ വണ്ടി. നമ്മൾ ഫെയറിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ലായിരുന്നു. ഈ വണ്ടി ആക്ച്വലി 6 മണിക്കൂർ കൊണ്ടാണ് ഹുബ്ലിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഓടിയെത്തുന്നത്. നെക്സ്റ്റ് ഫാസ്റ്റസ്റ്റ് ജനശതാബ്ദിന് അതിന് 7 മണിക്കൂറാണ്. പിന്നുള്ളത് വാസ്കോ യശ്വന്ത്പൂർ അതിന് 7.5 മണിക്കൂർ വേണം. അപ്പോൾ ഇതിൻ്റെ ഫെയർ എന്ന് പറയുന്നത് ചേർക്കാറിൽ, അപ്പോൾ ഇതിൻ്റെ ഫെയർ എന്ന് പറയുന്നത് 1320 രൂപയാണ്. 1320 രൂപ 308 രൂപ കാറ്ററിംഗ് ചാർജാണ്. അപ്പോൾ കാറ്ററിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്നൊരു 288 രൂപ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാര്യം 20 രൂപ എല്ലാ പാസഞ്ചേഴ്സിനും അടുത്തൊന്ന് വാട്ടർ ബോട്ടിലാണ് കളക്ട് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ചെയർക്കാരനാണെന്നുണ്ടെങ്കിൽ 2395 രൂപയാണ്. അതിൽ 369 രൂപയാണ് കാറ്ററിംഗ് ചാർജ്. ഇതാണ് ഇതിൻ്റെ ഫെയർ. ഇൻ ജനറൽ അങ്ങനെ ഭയങ്കര ക്രൗഡുള്ളൊരു വണ്ടിയല്ല. അപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ എക്സെപ്റ്റ് വീക്കെൻഡ്സ് ബാക്കി പൊതു ദിവസങ്ങളൊക്കെ ടിക്കറ്റ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു ട്രെയിനാണ്. ഇപ്പോൾ ഏതൊരു സ്റ്റേഷൻ വഴി നമ്മൾ കടന്നു പോകണം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അത്ര വലിയ തിരക്കുള്ള വണ്ടിയല്ല. പിന്നത്തെ ടിക്കറ്റ് ഇന്ന് രാവിലെ എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പാറ്റേൺ നോക്കിക്കൊണ്ടിരിക്കുക. ആ കൂടി വീക്കെൻഡ്സ് ഹോളിഡേയ്സ് ഒക്കെ മാത്രമേ വണ്ടി അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ അത്രയ്ക്കും കൂടെ വെയിറ്റിംഗ് ലിസ്റ്റ് ആവുന്നില്ല ഈ വണ്ടി. ജസ്റ്റ് തുംകൂർ എത്താൻ ഒരു 20 കിലോമീറ്റർ കൂടി ഉണ്ടാവും. വണ്ടി കുറച്ചധികം നേരമായിട്ട് 100, 110 അതായത് 108, 109, 110, 108-ന് 110-ന് ഇടയ്ക്ക് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം കഴിഞ്ഞ് കുറച്ച് നേരമായിട്ട്. അപ്പം ഞാനിന്ന് ശരിക്കും KSR ബാംഗ്ലൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ യശ്വന്ത്പൂരിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം എൻ്റെ നാളത്തെ, അത് നമ്മുടെ അടുത്ത വീഡിയോ, നമ്മുടെ നാളത്തെ യാത്ര യശ്വന്ത്പൂരിനാണ് തുടങ്ങുന്നത്. ഞാൻ താമസിക്കാൻ പോകുന്ന യശ്വന്ത്പൂരിലെ റിട്ടയറിംഗ് റൂമിലാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് KSR ബാംഗ്ലൂർ പോയി തിരിച്ചു വരുന്നത്, യശ്വന്ത്പൂർ ഇറങ്ങാമെന്ന് വിചാരിക്കാം. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം സാധനം ബാക്ക് പാക്കാണ് എപ്പോഴും യാത്രയ്ക്ക് എടുക്കുന്നത്. ഇപ്രാവശ്യം ഒരു ട്രോളി ബാഗ് എടുത്തത്. ഈ ട്രോളി ബാഗും ഒരു ചെറിയ ബാക്ക് പാക്കും ഉണ്ട്. അപ്പോൾ ഈ ട്രോളി ബാഗും പിടിച്ചുകൊണ്ട് വൈകുന്നേരത്തെ ട്രാഫിക്കിൽ യശ്വന്ത്പൂരിന്ന് മെജസ്റ്റിക്കിൽ നിന്ന് KSRയിൽ നിന്ന് തിരിച്ച് വരണമല്ലോ. വൈകുന്നേരം 7:30 എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള സമയമായിരിക്കും, നല്ല തിരക്കും ബ്ലോക്കൊക്കെ ഉള്ള സമയമായിരിക്കും. വെറുതെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ യശ്വന്ത്പൂരിൽ തന്നെ ഇറങ്ങാൻ തന്നെ വിചാരിക്കുന്നത്. ജനശതാബ്ദി എക്സ്പ്രസ് ആണ് ശിവമൊഗ്ഗ ടൗണിലോട്ടുള്ള. തുംകൂർ എത്തി. തുംകൂർ എത്തി. നമുക്കൊന്ന് ഇറങ്ങിയിട്ട് കയറാം. സമയം 6:19. നമ്മൾ 1 മിനിറ്റ് ലേറ്റാണ്. 6:18 ഇവിടുത്തെ ടൈം. 6:19 കൊണ്ടുവന്ന് കയറ്റി. നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ സ്റ്റാർട്ടർ കാണുന്ന സിഗ്നലൊക്കെ റെഡാണ്. ഇതാണ് തുംകൂർ റെയിൽവേ സ്റ്റേഷൻ. അതെ, ലോക്കോ പൈലറ്റ് വരെ പുറത്തിറങ്ങുന്നു. ഇതാണ് തുംകൂർ റെയിൽവേ സ്റ്റേഷൻ. ജനശതാബ്ദി വിട്ടു. ശിവമൊഗ്ഗ ടൗണിലോട്ടുള്ള ജനശതാബ്ദിയാണ്. അത് പുറപ്പെട്ടു പോയി. ഇനി 1 മിനിറ്റ് കൂടി ഡിപ്പാർച്ചറാണ്. ഇതാണ് തുംകൂർ സ്റ്റേഷൻ. അപ്പുറത്തൊരു പാസഞ്ചർ ട്രെയിൻ കിടപ്പുണ്ട്. മൈസൂർ ജംഗ്ഷൻ, ചാമരാജ് നഗർ, തുംകൂർ, ശിവമൊഗ്ഗ ടൗൺ. ഇപ്പം അങ്ങോട്ടാണെന്ന് അറിയില്ല കേട്ടോ.
ബ്ലോക്കൊന്നും കാണാനില്ല. ഏത് ഡയറക്ഷനോട്ട് പോകുന്നത് പറയാൻ പറ്റത്തില്ല. വിടാറ എന്ന് തോന്നും. ആ പറഞ്ഞോളൂ. സമയം 6:21. അപ്പോൾ 1 മിനിറ്റ് ലേറ്റ്. നമ്മൾ 1 മിനിറ്റ് ലേറ്റായിട്ട് വന്ന് 1 മിനിറ്റ് ലേറ്റായിട്ട് തന്നെ പോകുന്നു. നമ്മൾ പുറപ്പെടുകയായി. ഇത് KSR ബാംഗ്ലൂരിലെ കോച്ചിങ് ഡിപ്പോ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, കോച്ചിങ് ഡിപ്പോ SBC SWR എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യം വന്നിട്ടുണ്ടായിരുന്ന SMVT എല്ലാം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇത് SMVT SBC തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പെനൽറ്റിമേറ്റ് സ്റ്റോപ്പായ തുംകൂറിന്ന് പുറപ്പെട്ടു. ഈ ട്രെയിനിൽ ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്. യശ്വന്ത്പൂർ നിർത്തിയിട്ടാണ് KSR ബാംഗ്ലൂർ എത്തുക. നമ്മൾ യശ്വന്ത്പൂർ ഇറങ്ങാനാണ് പ്ലാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSR ബാംഗ്ലൂർ പോയിട്ട് പിന്നെ ഈ ബാഗും കൊണ്ട് തിരിച്ചു വരാനൊരു മടി. ഞാൻ ആക്ച്വലി ബാക്ക് പാക്കും കൊണ്ട് മാത്രമാണ് യാത്ര ചെയ്യാറ്. അങ്ങനെ ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാമായിരുന്നു. പക്ഷെ നല്ല ട്രാഫിക് ആയിരിക്കും ഈ സമയത്ത്. അല്ല പിന്നെ നമുക്ക് ബസ് കിട്ടണം. നടന്നു ബസ്സിന് നല്ല ട്രാഫിക് ആയിരിക്കും. ബ്ലോക്കിൽ നടന്ന് വരണം. അതിൽ നല്ല നമുക്ക് യശ്വന്ത്പൂരിനങ്ങ് ഇറങ്ങാം. ഇപ്പോൾ തുംകൂർ കഴിഞ്ഞ് നല്ലോണം ക്ലൗഡിയാണ്. നല്ല മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നു തോന്നുന്നു കണ്ടിട്ട്. ട്രെയിൻ ഇപ്പോൾ ചിക്കബാനവറ സ്റ്റേഷൻ ഒരു അൺഷെഡ്യൂൾഡ് ഹോൾഡ് എടുത്തില്ല. മണി 7 നമ്മൾ ഇതുവരെ യശ്വന്ത്പൂരിലോട്ട് കയറിയിട്ടില്ല. നമ്മൾ യശ്വന്ത്പൂർ എത്താറായി. അനൗൺസ്മെൻറ്റ് വന്നു. यशवंतपुर स्टेशन पहुंच रही है. ട്രെയിനിൽ നല്ലൊരു ശതമാനം ക്രൗഡും യശ്വന്ത്പൂർ ഇറങ്ങും. നമ്മളും അവിടെ തന്നെ ഇറങ്ങും. ഫൈനലി 7:26 യശ്വന്ത്പൂർ എത്തി. ഇറങ്ങാനുള്ള തിരക്കാണ് കാണുന്നത്. നല്ല തിരക്കോടെ ഇറങ്ങാനുണ്ട്. ആകെ 2 മിനിറ്റിലെ ഹോൾട്ടുള്ളൂ. ഒരുപാട് പേർക്ക് ഇറങ്ങാനുണ്ട്. അങ്ങനെ നമ്മൾ യശ്വന്ത്പൂരിൽ ഇറങ്ങി. മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. സമയം ഇപ്പോൾ 7:26 നേരത്തെ പറഞ്ഞ പോലെ. യാത്രക്കാരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ മഴ ചാറുന്നുണ്ട്. കാരണം ഷെൽട്ടർ ഇല്ലാത്ത ഭാഗത്താണ്. ഈ പ്ലാറ്റ്ഫോമിലത്തെ കാര്യമായിട്ട് ഷെൽട്ടറില്ല. മഴ ശക്തി പിടിച്ചു വരുന്നു. ഇവിടെ ഷെൽട്ടർ മുറിച്ച് വിട്ടിരിക്കുക എനിക്കൊന്ന് വർക്കിന് വേണ്ടി. നമ്മുടെ വണ്ടി പുറപ്പെടാറായി തോന്നുന്നു. സ്റ്റാർട്ടർ എന്തായാലും പച്ചയാണ്, പക്ഷെ വിട്ടിട്ടില്ല ഇതുവരെ. ഇതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ട വണ്ടി ഇപ്പോഴും നിൽക്കുന്നതാണ്, പോയിട്ടില്ല ഇതുവരെ. മഴ പെയ്യുന്നുണ്ട്. ഡോറൊന്നും ഇതുവരെ അടഞ്ഞിട്ടില്ല. ഇന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുള്ളതുകൊണ്ട് എക്സ്ട്രാ ടൈം കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു. ഡോർസ് ക്ലോസിങ്. ത്രായസിലേക്ക് ഇനി പോയിട്ട് നമുക്ക് പോവാം. അങ്ങനെ KSR ബാംഗ്ലൂരിലേക്ക് 20662 വന്ദേ ഭാരത് എക്സ്പ്രസ് പുറപ്പെട്ടു. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാനൊരു ഒറിജിൻ അല്ലാത്ത സ്റ്റേഷനിൽ നിന്ന് കയറി ഡെസ്റ്റിനേഷൻ അല്ലാത്ത സ്റ്റേഷനിൽ വന്ദേ ഭാരത് യാത്ര അവസാനിപ്പിക്കുന്നത്. മറ്റേ സാധാരണ നമ്മൾ ഒന്നില്ലെങ്കിൽ എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ ഒരു എൻഡ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒറിജിൻ ആയിരിക്കും. അതാണ് നമ്മളൊരു പതിവ്. പക്ഷേ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ. എന്തായാലും വണ്ടി പോയി. നമുക്ക് തന്നെ പതുക്കെ നമ്മുടെ റിട്ടയറിങ്ങിന് ഭാഗത്തോട്ട് പോകാം. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിനിയിപ്പോൾ ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിൽ റൂം എടുത്തിട്ടുണ്ട്. നമ്മളവിടെ പോയി കിടന്ന് ഉറങ്ങണം. നാളെ ഉച്ചയ്ക്ക് നമ്മൾ ബാംഗ്ലൂർ ഉള്ളൂ. അതിന് മുമ്പ് ചില്ലറ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഇരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസ് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് നിർത്തേക്കല്ലേ.
ഫീഡ്ബാക്ക് കമൻറ്റ് സജഷൻസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. So this is Vinay Shankar signing off from Platform 7. See you very soon in another video. Until then, bye bye.